അപ്പോൾ നമ്മളിന്ന് മഹാരാഷ്ട്രയിലാണുള്ളത്. ഇന്നലെ മഹാരാഷ്ട്രയിൽ പ്രവേശിച്ചതാണ്. നമ്മൾ ഇന്നലെ ഏകദേശം 40 കിലോമീറ്ററോളം ഘാട്ടുകളൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ മഹാരാഷ്ട്രയുടെ മണ്ണിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി യാത്ര ചെയ്യുകയാണ്. ഏകദേശം 35 കിലോമീറ്ററാണ് ഇന്ന് യാത്ര ചെയ്യാനുള്ളത്. അതിനുശേഷം ഒരു പ്രധാന സ്ഥലം, മഹാരാഷ്ട്രയിലെ തന്നെ ഒരു പ്രധാന സ്ഥലം കാണാനാണ് പോകുന്നത്. അപ്പോൾ ഈ മഹാരാഷ്ട്ര ടയർ വർക്ക്സിലാണ് ഇന്നലെ നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്തതിന് ശേഷം ഇവിടെ ടെൻ്റ് അടിച്ച് കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാവിലെ റെഡിയായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം അവർ വരുമ്പോഴത്തേനും അവരെ കണ്ടതിന് ശേഷം യാത്ര തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ രാവിലെ ഇപ്പോൾ 8 മണിയായിട്ടും ആകാശമൊന്നും തെളിയുന്നില്ല. അപ്പം നമ്മുടെ യാത്ര ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് മൊത്തം മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്, എപ്പോൾ വേണേലും മഴ പൊട്ടാം. അപ്പോൾ അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടിലാണ്. കുഞ്ഞി നല്ല സുഖത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. അപ്പോൾ അവൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഏതായാലും കുറച്ച് നേരം കൂടി നോക്കിയിട്ട് പതിയെ യാത്ര ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നേതൊക്കെയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഒന്നും പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് യാത്ര ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അവൾ പതിയെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവിടെ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ യാത്ര തുടരാം. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സൂര്യനൊക്കെ ചെറുതായിട്ടൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഭായിമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ബീഹാറിൽ നിന്നുള്ള ആൾക്കാരാണ്. അവർ രാവിലെ വന്ന് കടയൊക്കെ തുറന്ന് ബൈ മജാരെ ശുക്രിയ, ബഹുത് ശുക്രിയ. കടയൊക്കെ തുറന്ന് സെറ്റായിട്ടുണ്ട്. ആശാൻ കുവൈറ്റിന് പോകാൻ വന്നിട്ട് നിൽക്കുക കേട്ടോ. വിസയൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്, കുവൈറ്റിന് പോകാൻ വേണ്ടി സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം പെട്ടെന്ന് കുവൈറ്റിൽ പോകാൻ വേണ്ടി. ഓക്കെ ഭായി, मैं जा रहा है, शुक्रिया, बहुत बहुत शुक्रिया. അപ്പോഴത്തേ നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. കുഞ്ഞി ഉറക്കമാണ്, എന്നാലും നമ്മൾ പതിയെ നീങ്ങുകയാണ്. ചെറിയൊരു തെളിച്ചം വന്നിട്ടുണ്ട്. മഴ പെയ്യുന്നതിന് മുമ്പ് എവിടെയെങ്കിലും എത്തിപ്പെടാം. 34 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ പതിയെ അങ്ങ് പോവാം. അപ്പോഴത്തെ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു വലിയ പുഴയുടെ സമീപത്തെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഇതുണ്ടോ, വള്ളങ്ങൾ പണിയുന്നൊരു പ്രദേശമാണ്. അവിടെ വള്ളം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കഴിഞ്ഞും വളരെ വ്യത്യസ്തമായൊരു വള്ളമാണ് കേട്ടോ. നമ്മുടെ കെട്ടുവള്ളങ്ങൾ പോലെ തന്നെയുള്ള വലിയ വെള്ളം, വലുതും ചെറുതും എല്ലാം ഒരേ ഷേപ്പാണ്. അതുകൊണ്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയാണ് മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഈ നദി കലങ്ങി മറിഞ്ഞ് ഒഴുകുകയാണ്. രാവിലത്തെ മഴയുടെ ഇതുകൊണ്ടാണ്. അതൊക്കെ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ മലനിരകളാണ് കാണുന്നത്. ഇവിടെ മുഴുവൻ തെങ്ങ് കൃഷിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങേ സൈഡ് നമുക്ക് കാണാം. സൂപ്പറാണ്. അതൊരു റിസോർട്ടാണ് കേട്ടോ എന്താ കാണുന്നത്. ഈ വഞ്ചികളിലൊക്കെ ഒരു സൈഡിലൊരു കമ്പ് കെട്ടി വെച്ചിരിക്കും. കാരണം സേഫായിട്ട് പോകാനുള്ള ഇതാണെന്ന് തോന്നുന്നു. അതോ വഞ്ചി മറിയാതിരിക്കാനോ വെള്ളത്തിൻ്റെ കൂടുതൽ ഒഴുക്ക് വരുമ്പോൾ വഞ്ചി മറിയാതിരിക്കാനൊക്കെ ആണെന്ന് തോന്നുന്നു. കടലിൽ പോകുന്ന പോലെ അതേ ഇതുണ്ടോ, സൈഡിലൊരു കെട്ടി വെച്ചിരിക്കുന്നു. ആ ചെറിയ വഞ്ചിയുടെ സൈഡിൽ നോക്കി. അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇനി ഒന്നുകിൽ എടുത്ത് കയറ്റി വെക്കാനുള്ള സൗകര്യത്തിനും പിന്നെ സൈഡ് തട്ടാതിരിക്കാനുള്ള സൗകര്യത്തിനൊക്കെ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയായാലും അടിപൊളി ഒരു കാഴ്ച. അപ്പോൾ അത് കണ്ട് നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ്. അതൊക്കെ റിസോർട്ടുകളുള്ള ഏരിയയാണ് കേട്ടോ. വേണ്ടത് അതിൻ്റെ മുകളിലൊക്കെ ആൾതാമസമുള്ള മലകളാണ്. അങ്ങാകല വയലൊക്കെ കാണാം. അങ്ങാകല ആ ചെറിയ പച്ചപ്പി കാണുന്നത് വയൽ പ്രദേശമാണ്, മലയടിവാരത്തെ വയൽ പ്രദേശം. അപ്പോൾ മഹാരാഷ്ട്രയുടെ മണ്ണിലൂടെ
ആദ്യത്തെ നദിയും കണ്ട്. ആദ്യത്തെ അല്ല, രണ്ടാമത്തെ നദിയാണ്. ഈ നദി തന്നെയാണ് അങ്ങനെ കറങ്ങി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 66 ഇങ്ങനെ പോയി ആ മലയെല്ലാം കവർ ചെയ്ത് പോകുന്ന നദിയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു 24 കിലോമീറ്ററാണ് നമുക്ക് കടൽ തീരത്തേക്കുള്ളത്. അപ്പോൾ ഈ വഴിയെ ഇങ്ങനെ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നാരോ റോഡാണ്, പഴയൊരു പാലമാണ്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. മഹാരാഷ്ട്രയുടെ മണ്ണിലൂടെ, മഹാരാഷ്ട്രയുടെ ഗ്രാമപ്രദേശത്തൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു തെങ്ങും തോപ്പ്. പക്ഷേ മഴക്കാലമായതുകൊണ്ട് കാട് കയറി കിടക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ കവുങ്ങ്, അടയ്ക്കയെല്ലാം വീണ് കിടക്കുന്ന കവുങ്ങാണ്. ഇത് കണ്ടോ, അടയ്ക്കയൊക്കെ വീണ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് സമീപത്തുകൂടി ഒരു നല്ല നദി ഒഴുകി പോകുന്നുണ്ട്. ഒരു ചെറിയ അരുവി, നമ്മുടെ തോടെന്നൊക്കെ പറയുന്ന പോലെ. ഇത് കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളമായിട്ടാണ് ഒഴുകി പോകുന്നത്. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ ഒരു ചെറിയൊരു നാട്ടിലെ ഒരു ചെറിയ അരുവി ഒഴുകിപ്പോകുന്ന പോലെയുള്ള ഇത്. പക്ഷേ ഇവിടെ മുഴുവൻ ചീങ്കല്ലാണ്, ചീങ്കല്ലും വെട്ടുകല്ലുമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ബ്ലാക്ക് കളറേ ഉള്ളൂ ഇവിടെ കാണത്തുള്ളൂ. വേണ്ട, ചീങ്കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ തോടൊഴുകിപ്പോകുന്നു. ഒരു ചെറിയ ഗ്രാമം. ഈ ഗ്രാമങ്ങളുടെ ഉള്ളിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇതുണ്ടോ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തേക്ക്, കവുങ്ങ്, തെങ്ങ്, മാവ്, പ്ലാവ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. കുഞ്ഞിക്ക് ബിസ്ക്കറ്റും കൊടുത്ത് വെള്ളവും കൊടുത്തു. പക്ഷേ ബിസ്ക്കറ്റ് മുഴുവൻ അവൾ തിന്നു, പക്ഷേ വെള്ളം അവൾ കുടിച്ചിട്ടില്ല. ബിസ്ക്കറ്റ് വേണോ? ഇനി ബിസ്ക്കറ്റ് വേണോ? വേണോടി? ബിസ്ക്കറ്റ് തിന്ന് വെള്ളം കുടിക്കാതെ കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണ് അല്ലേ? ഈ കിടന്ന് കവയ്ക്കുന്നത് ചുമ്മാ കേട്ടോ. അവിടെ ബിസ്ക്കറ്റ് തിന്നിട്ട് വെള്ളം കുടിക്കാതിരിക്കുകയാണ്. അവിടെ ചൂട് വെളിയിൽ കളയാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പിന്നെ ഈ വഴി സൂക്ഷിക്കേണ്ടത് ഇതുപോലുള്ള ആൾക്കാരെയാണ് കേട്ടോ. ടിപ്പർ ഒരു മയവും ഇല്ലാത്ത വരവാണ്, അതുകൊണ്ട് പേടിക്കണ്ട. ഇതുണ്ടോ, ഒരു മയവും ഇല്ല. ആ വളവും കയറ്റവും ഒക്കെ ആകുമ്പോൾ വെച്ചടിക്ക് പോവേ ഉള്ളൂ. നോക്കിപ്പോയില്ലെങ്കിൽ ടാറുന്മേൽ ഒട്ടിയിരിക്കാം. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമപ്രദേശം പോലെ തന്നെ എന്തോ ഒരു മന്ദിറാന്ന് തോന്നുന്നു. അപ്പോൾ മന്ദിര, ഇപ്പോൾ ദേവീ പൂജയെല്ലാം നടക്കുന്ന സമയമായതുകൊണ്ട് വിനായക ചതുർത്ഥി കഴിഞ്ഞപ്പോൾ ദേവീ പൂജയാണ്. ഒരു അമ്പലമാണ്, ഹിന്ദിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ കയറ്റം തള്ളി കയറ്റി പോവുകയാണ്. ഇനി ഇങ്ങോട്ട് കുറച്ച് ദൂരം കയറ്റമാണ്. കയറ്റം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇറക്കം വിടുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. ഇപ്പം എന്നാണെങ്കിലും കയറ്റത്ത് തള്ളിയേ പറ്റത്തുള്ളൂ. ഇതൊരു വലിയ അമ്പലമാണ് കേട്ടോ. ഇതൊരു ദേവീക്ഷേത്രമാണ്. വരുന്ന കാറുകാർക്ക് ഒരു മയവും ഇല്ല. ചെളി തെറിപ്പിക്കുക എന്നുള്ള അവരുടെ ഒരു ഹോബിയാണ്. അദ്ദേഹം മുഴുവൻ ചെളിയായി. ഒരു ടിപ്പറുകാരൻ വന്ന് ചെളി തെറിപ്പിച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് ആ പാടെ ബുദ്ധിമുട്ടിലായി. ഇതിനി ഒരു വലിയ കയറ്റമാണ് കേട്ടോ. തള്ളോട് തള്ളു തന്നെയാണ്. ഇനിയുണ്ട് 20 കിലോമീറ്റർ കൂടെ. കൊപ്പലിൽ നിന്ന് വാങ്ങിച്ച ഷൂ ആണ്. തീരാറായിട്ടുണ്ട്. ഒരു വലിയ ചുരമാണ് കേട്ടോ. വലിയൊരു മലയാണ്. മേളിൽ കൂടെ വണ്ടി ഇറങ്ങി വരുന്ന സൗണ്ട് കേൾക്കാം. ബസ്സാണ് വടവടല മൂജിയന്. വീതിയില്ല വഴിക്ക്, പക്ഷെ വരുന്നതല്ല വലിയ വണ്ടികളും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇനി എവിടെയെങ്കിലും ഒന്ന് നിന്നിട്ട് കുറച്ച് കയറാം. നമ്മളിങ്ങനെ ഓരോ വളവ് കയറിപ്പോൾ അല്ല നടക്കുകയല്ല. BMW വരുന്നുണ്ട്. BMW ഹായ് അതൊന്നും മൈൻഡ് ചെയ്യല. എന്താ തെലുങ്കാന സ്റ്റേറ്റ് വണ്ടിയാണ്. കുറേ പേര് വന്നായിരുന്നു രാവിലെ. ഒരു അടുത്തയാൾ ഹായ്.
തെലുങ്കാന സ്റ്റേറ്റ് വണ്ടിയാണ് രാവിലെ വിട്ട് പോരുന്നുണ്ടായിരുന്നു. കുടുകുടാന്ന് ഒരു 6 വണ്ടി അവരാന്ന് തോന്നുന്നു. അപ്പോൾ ഈ കയറ്റമൊക്കെ തള്ളിക്കയറ്റി നമ്മൾ മേളിലോട്ട് പോവുകയാണ്. നല്ല ദൂരമുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ തലയിൽ കൂടി ഒരു ഉറുമ്പ് കയറി പോകുന്നു. കയറ്റം കയറി വരും തോറും നമുക്ക് താഴ്വാരത്തെ കാഴ്ചകളൊക്കെ നല്ല രസമായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു മലയോര മേഖലയിലെ വീടുകൾ പോലെ തന്നെ അതേ കാഴ്ചകൾ, ഒരു വ്യത്യാസമില്ല. അല്ലെങ്കിൽ ശ്വാസം വലിക്കും. നമ്മുടെ മലയോര മേഖലയിലെ ഒരു കാഴ്ച പോലെ തന്നെ. താഴത്തെ വീടുകളെല്ലാം ഓടിട്ട വീടുകൾ. ഇതെന്താ ഓടിട്ട വീടുകളാണ് മുഴുവൻ. ചെറിയ വാർക്ക വീടുകൾ. അവിടെ മുഴുവൻ കൃഷിസ്ഥലമാണ് ആ മുകളിൽ കാണുന്നത്. അതുപോലെ തന്നെ തേക്ക്, മാവ്, പ്ലാവ് അതൊക്കെയാണ്. അതെ ഇതാണ് നമ്മുടെ ഒരു നാട്ടിൽ ചെന്ന പോലെ തന്നെയുള്ള ഒരു പ്രതീതിയാണ് ഈ സിന്ധുദുർഗ് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു അവസ്ഥ. താഴത്തെ അമ്പലമാണ് കാണുന്നത്. താഴത്തെ അമ്പലം കണ്ടോ? അതാണ് താഴത്തെ അമ്പലം. അപ്പോൾ സിന്ധുദുർഗിലെ ആ മലയോര മേഖലയാണ് ഈ കാണുന്നത്. മുഴുവൻ ഗാർഡ്സ് തന്നെയാണ് കേട്ടോ, വെസ്റ്റേൺ ഗാർഡ്സ്. അങ്ങ് അകലെയൊക്കെ കാണാം. ഇതിനിടയ്ക്ക് ഒരാൾ വന്നിട്ടുണ്ട് കാണാൻ. ഹലോ केरला से हाँ जी साइकिल देख के रुका। हाँ अभी इधर जा रहे हैं, सिंदूर जा रहे हैं. मैं यहाँ का ही हूँ. इधर का है. अच्छा കൂടെ ഇങ്ങ് കയറിപ്പോന്ന് മലയുടെ മുകളിലേക്ക് എത്തുകയാണ്. അപ്പോഴത്തെ ഫുള്ള് മാന്തോപ്പ്, നല്ല അടിപൊളി മാന്തോപ്പ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ കിലോമീറ്ററുകൾ മലയുടെ മുകളിലോട്ട് മാന്തോപ്പ് തന്നെ. നമ്മുടെ നാട്ടിലെന്താ ഇങ്ങനെയൊന്നും ചെയ്യാത്തെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ നമ്മുടെ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ ഏലത്തിൻ്റെയൊക്കെ ഇടയിൽ നിറച്ച് മാവ് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് ഇതുപോലെ നിൽക്കും. നിറയെ മാന്തോപ്പാണ്. നല്ല തണലും കിട്ടും. ഇത് ഞാൻ നിൽക്കുന്ന ഒരു പ്ലാവിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ കേരളത്തിലെ പോലെ തന്നെ പ്ലാവും മാവും മാത്രമേ ഉള്ളൂ. പ്ലാവും മാവും തേക്കും എല്ലാം ഉള്ള ഒരു നല്ലൊരു കാലാവസ്ഥയിലുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ കേരളത്തിലെ തനി കാലാവസ്ഥ ഹ്യൂമിഡിറ്റിയാണ്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഹ്യൂമിഡിറ്റി. നമ്മുടെ അവിടുത്തെ പുല്ല്, നമ്മുടെ അവിടുത്തെ ചെത്തി, ചെമ്പരത്തി എല്ലാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ചിലപ്പോൾ ഈ നാട്ടിലെ പോലെ നമ്മുടെ നാട്ടിൽ കാണുന്നതായിരിക്കും. വെസ്റ്റേൺ ഗാർഡ്സിലെ എല്ലാ മലകളിലുമുള്ള ആ സസ്യങ്ങളെല്ലാം ഒരേ പാറ്റേണിൽപ്പെട്ടതാണ്. അപ്പോഴത്തെ മനോഹരമായ അതിവിശാലമായ ഒരു മാന്തോപ്പിന് നടുവിൽ നമ്മൾ സൈക്കിൾ വെച്ചിരിക്കുകയാണ്. വേണ്ട നമ്മുടെ സൈക്കിളിങ്ങനെ മാന്തോപ്പിന് നടുവിലിരിക്കുകയാണ്. താഴേന്ന് വണ്ടികൾ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ സൈഡിലോട്ട് മാറാം, അല്ല പണി കിട്ടിയാലോ. അപ്പോൾ കുഞ്ഞിയും കൂടും എല്ലാം ഇവിടെ ഇരിക്കുകയാണ്. അപ്പോഴത്തെ വലിയ വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇച്ചിരി കഴിഞ്ഞിട്ട് കയറിപ്പോകാമെന്ന് വെച്ച്. ഇത് കയറ്റം തള്ളിയപ്പോഴത്തേ നന്നായിട്ട് മടുത്ത്. അതുകൊണ്ടാണ് വേണ്ട തേക്ക് നിൽക്കുന്നുണ്ടോ? തേക്ക് അല്ല അമട്ടനൊരു തേക്കാണ് നിൽക്കുന്നത്. വേണ്ട ഞാൻ ഓർക്കുകയും ചെയ്തു ഇവിടെ ഭയങ്കര തേക്ക് കൊണ്ടുള്ള കളി മാത്രമേ ഉള്ളൂ. തേക്ക് പ്ലാവ് കൂടുതൽ ഇവരെടുക്കുന്നില്ല. തേക്കിൻ്റെ കളിയാണ് എല്ലായിടത്തും. തേക്ക് തടി കൊണ്ടുള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ അതെന്നാന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് നിറയെ തേക്കാണ് ഇവിടെയെല്ലാം. ഫുള്ള് തേക്ക് തന്നെ. നമ്മുടെ നാട്ടിലപ്പോൾ തന്നെ എല്ലാ പറമ്പിലും ഉണ്ട് തേക്ക്. അപ്പോൾ ഈ മാന്തോപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ നല്ല തണൽ പറ്റിയുള്ള വഴിയാണ് പോവുകയാണ്. കാർമേഘം ഉണ്ടായിരുന്നു. രാവിലെ മുതൽ മഴയായിരുന്നു. ഇപ്പോൾ ഇവിടെ മഴയില്ല, തെളിഞ്ഞ ആകാശമാണ്. അപ്പോൾ പതിയെ മുമ്പോട്ട് പോകാം. അപ്പോൾ യാത്ര തുടരുകയാണ്. നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ മുകളിലോട്ട് കയറി വന്നപ്പോഴത്തേനും ആ മുമ്പ് കണ്ട ആ നദി ആ മലകളെയൊക്കെ ക്രോസ് ചെയ്ത് കയറിപ്പോകുന്നതാണ് കാണുന്നത്. നമ്മളത് ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഈ മലയെല്ലാം കറങ്ങി കയറി വന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഈ നദി കാണുന്നത്. അതുകൊണ്ട് ആ നദി നമ്മുടെ സമീപത്തുകൂടി ഒഴുകി പോകുന്നു. താഴെ ഒരു ഗ്രാമമാണ്. ഇതിലൊക്കെ വഴിയുണ്ട് കേട്ടോ താഴോട്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ വീടുകളുണ്ട്. അതെല്ലാം പാടശേഖരമാണ്. പക്ഷേ കൃഷിയില്ലാതെ കിടക്കുന്ന പാടശേഖരങ്ങളാണ്. ചിലയിടത്തെല്ലാം കൃഷിയുണ്ട്, ചിലയിടത്തൊന്നും കൃഷിയില്ലാതെ കിടക്കുന്ന പാടശേഖരങ്ങളാണ്. ഇതുണ്ടോ ഈ ചുരം ഇങ്ങനെ കയറി പോന്നുകൊണ്ടിരിക്കുകയാണ് മലകൾ. പിന്നെ നമ്മുടെ
നാട്ടിലെപ്പോലെ തന്നെ ഇവിടെ ധാരാളം ചൂണ്ടപ്പനയുണ്ട്. പക്ഷേ കള്ളി എത്താൻ ആളില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. മുകളിൽ നോക്കിയേ, എല്ലാം ചൂണ്ടപ്പനയാണ്. കള്ളി എത്താൻ ആളില്ലാത്തതുകൊണ്ടാണ് നിറച്ച് പൂക്കുലയായിട്ട് നിൽക്കുന്ന ചൂണ്ടപ്പനകൾ കാണാൻ പറ്റി. പിന്നെ പുളിയുണ്ട്, വേണ്ടേ കുടംപുളി നിൽക്കുന്നു. കുടംപുളിയാണ് കേട്ടോ, ചെറിയ കുടംപുളി. അപ്പോൾ പ്ലാവിൻ്റെ ചോട്ടിലാണ് ഇരിക്കുന്നത്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്, അതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. താഴെ ഒരു ചെറിയ ഗ്രാമമുണ്ട്, അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇതിൽ നിന്നൊക്കെ സാധനങ്ങൾ ചുമന്നുകൊണ്ടാണ് ആളുകൾ താഴോട്ട് പോകുന്നത്. അങ്ങ് അകലെ കാണുന്ന ആ ഗ്രാമവും പ്രദേശങ്ങളും ഒക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ ക്യാമറയിൽ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പരിമിതിയുണ്ട്. അപ്പോഴത്തെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വെച്ചു. കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഒന്ന് ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയപ്പോഴത്തേനും ഇരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വിശ്രമിച്ചതിന് ശേഷം നമ്മൾ പതിയെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ഇടയ്ക്കൂടെ മുകളിലോട്ടൊക്കെ ആൾക്കാർ കയറിപ്പോകുന്നതിൻ്റെ വഴിച്ചാലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പക്ഷേ വഴിച്ചാലാണോ അതോ മറ്റേ കാട്ടിയുണ്ടെന്നുള്ള ഒരു ബോർഡ് കണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ ആൾക്കാരൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി ഇറങ്ങി വരുന്നതാണോ എന്ന് സംശയമുണ്ട്. അതോ ഇനി മുകളിൽ നിന്നുള്ള വെള്ളം ഒഴുകി വരുന്ന ചാലാണോ എന്നറിയില്ല. ഏതായാലും ഞാനിവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ്. ഇവിടെ എന്തോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഷിർസാഡ് അക്കുണ്ട് മസാല, അതാണ്ട് മസാല കമ്പനിയുടെ ഇതാ. അപ്പോഴത്തെ വണ്ടികളൊക്കെ വരുന്ന വണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കാടിൻ്റെ നടുവിൽ. കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, ആരെങ്കിലുമൊക്കെ വരുവാണേൽ കണ്ടിട്ട് പോകാമല്ലോ. നല്ല പച്ചപ്പാണ് കേട്ടോ, നല്ല അടിപൊളി പച്ചപ്പ്. വണ്ടികൾ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. ചുരമൊക്കെ ഇറങ്ങി ഗട്ടറൊക്കെ ചാടി. ഇനിയിപ്പോൾ നോക്കണം എല്ലായിടത്തും നിന്നൊക്കെ കാട്ടി ഇറങ്ങി വരുമോയെന്ന്. കാരണം കാട്ടി ഉണ്ടെന്ന് നേരത്തെ 2-3 ബോർഡ് കണ്ട്. അപ്പോൾ എന്നാ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ മലനിരകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സുഖകരം. കുഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, അവൾക്ക് ഇച്ച തണൽ കിട്ടിയപ്പോൾ അവൾ കിടന്ന് ഉറങ്ങുകയാണ്. താണ്ട് കിടന്ന് ഉറങ്ങുന്നു. നല്ല സുഖനിദ്രയിലാണ് ആശാത്തി. അപ്പം ഞാനും ഇവിടെ കുറച്ച് നേരം സിറ്റിങ്ങിലിരുന്നിട്ട് പതിയെ പോകാം. അപ്പം ശരി, യാത്ര തുടരും.